ഞാൻ സോഷ്യൽ മീഡിയ വല്ലപ്പോഴും ഉപയോഗിക്കാറില്ലെങ്കിലും അതിൽ ചിലപ്പോൾ കമൻറ്റുകളൊക്കെ വരുമ്പോൾ ഞാൻ ചിലതൊക്കെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഇന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിലൂടെയാണ് ഫേമസ്. അതെനിക്ക് നേരിട്ട് പരിചയമല്ല, അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകളൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. അദ്ദേഹം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവുന്നു എന്ന് കേട്ടു. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനോടൊപ്പം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടപ്പം ഇതുവരെ അദ്ദേഹത്തെ സ്നേഹിച്ച ഒരുപാട് ആൾക്കാർ അവിടെ തെറികൾ പറയാൻ തുടങ്ങി. തെറികൾ മാത്രം, നെഗറ്റീവ് കമൻറ്റുകൾ മാത്രം. ഒരുപക്ഷെ ഈ തെറി പറയാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയാണ്. ഒരു നോർമലായി നിൽക്കുന്നൊരു മനുഷ്യന് അവരെന്ത് വിഭാഗത്തിലേക്കോ എന്ത് ജാതിയിലേക്കോ എന്ത് രാഷ്ട്രീയ പാർട്ടിയിലേക്കോ മാറിയാലും തെറി പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മളുടെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ ആ രീതിയിലായി പോയിട്ടുണ്ട്. നമുക്കിഷ്ടമില്ലാത്തൊരു സംഘടനയിലേക്കോ ഒരു മതത്തിലേക്കോ ആൾക്കാർ പറയുമ്പോഴേക്കും അതിനോട് തെറി പറയാം. അത് ആ പറയപ്പെടുന്ന വ്യക്തിയുടെ ഒരു കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു വീക്ക്നെസ്സാണ്, നിസ്സഹായാവസ്ഥയാണ്. നമ്മുടെ മാനസികാവസ്ഥ ഏറ്റവും സമുന്നതമായ എല്ലാത്തിനെയും അംഗീകരിക്കാനും എല്ലാത്തിനെയും അപ്രിസിയേറ്റ് ചെയ്യാനും എല്ലാ നന്മയോടും ഒത്തുചേർന്ന് പോവാനും തിന്മകളുടെ കാര്യത്തിൽ അതിനോട് വിയോജിപ്പ് കാണിക്കാനും പ്രേരിപ്പിക്കേണ്ട ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്താത്തതിൻ്റെ ഒരു സഹായാവസ്ഥയാണ് ആ കാണിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. ആൾക്കാർ അവരിഷ്ടമുള്ള ഇതിലേക്ക് ചാഞ്ചാടട്ടെ, പ്രവർത്തിക്കട്ടെ. അതിനൊക്കെ എന്താ വിഷയം? വലിയ വിഷയമുണ്ടോ? ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നു, ഏത് മതസംഘടന വന്നു, എന്ത് വന്നിട്ട് ഇപ്പോൾ എന്താ വിഷയം? നമ്മളെ മരണത്തെ തടയാൻ, നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷത്തെ നിയന്ത്രിക്കാനൊക്കെ അതിന് കഴിവുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സ്നേഹം, കാരുണ്യ, ദയ, ഇതുപോലുള്ള നന്മകൾ പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം, മറ്റുള്ളവരെ അപ്രിസിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്കാണെങ്കിലും അദ്ദേഹം ചാഞ്ചാൽ ഞാൻ അദ്ദേഹത്തിനൊന്ന് അപ്രിസിയേറ്റ് ചെയ്യണം. ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേഞ്ച് അറിയാലും അത് മനുഷ്യരെ സേവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചാഞ്ചാടുന്നത്. ഇനി പണം ഉണ്ടാക്കാനും അധികാരം വടംവലിക്കും വേണ്ടിയാണ് പോകുന്നതെങ്കിൽ ഞാൻ ആശംസിക്കുന്നില്ല. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ കുറ്റപ്പെടുത്താൻ എപ്പോഴും ഉള്ളൊരു മനസ്സ് നമുക്കുണ്ട്. അതുണ്ടാവുന്നതിന് പകരം ആദ്യം നമ്മൾ അപ്രിസിയേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കാം. ഒരു മനുഷ്യനെ വിമർശിക്കാതിരിക്കാൻ വേണ്ടി പഠിക്കാം. മനുഷ്യൻ അമൂല്യമാണ്. ഒരിക്കലും നമ്മൾ ആ മനുഷ്യനെ ഇകഴ്ത്തുന്ന രീതിയിൽ, അപഹാസിക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ ഇടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ബൈ.